നമസ്കാരം. ഇന്ന് നമ്മളൊരു ദുഃഖവാർത്ത പറയാനാണ് വന്നത്. നമ്മൾ ഒരുപാട് ചെറുപ്പിച്ച കലാഭവൻ നവാസ് മരിച്ചിരിക്കുക. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒക്കെ ദുരൂഹതയാണ്. കാരണം തൃപ്പൂണിത്തുറയിൽ പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ മൂപ്പര് 25-ാം തീയതി ജോയിൻ ചെയ്യുന്നു. അങ്ങനെ 4 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് മൂപ്പര് വർക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വർക്ക് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് മൂപ്പര് ബ്രേക്കിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ ചെന്ന്, പിന്നെ ഹോട്ടലിൽ നിന്ന് ഫോൺ വരുന്നത് ലൊക്കേഷനിലേക്ക് നവാസിന് എന്തോ അസുഖം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവരെല്ലാവരും വന്ന് നോക്കിയപ്പോൾ നവാസ് മരിച്ചു കിടക്കുക. ചിലപ്പോൾ ഇത് സൈലൻ്റ് അറ്റാക്ക് ആയിരിക്കാം. എന്നിരുന്നാലും സിനിമാ ലോകത്തിനും മിമിക്രി ലോകത്തിനും വലിയൊരു തീരാ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ആൾ വളരെ ഡീസൻറ്റ് മനുഷ്യനാണ്. എനിക്ക് അടുത്തറിയുന്നതാണ്. നമ്മൾ മീനാക്ഷി കല്യാണം എന്നൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെ കുന്നംകുളത്തായിരുന്നു. അപ്പോൾ അങ്ങേരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങേരെ സ്വഭാവത്തിനെ കുറിച്ചും അങ്ങേരെ കോമഡിയെക്കുറിച്ചും എന്നാൽ ലൊക്കേഷൻ മുഴുവൻ മൂപ്പര് ഇളക്കി മറിച്ച കോമഡികൾ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞ മിമിക്രിയിലെ ഒരു കുലപതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര നല്ലൊരു തങ്കക്കുടം പോലെയുള്ള 2 മക്കൾ, സുന്ദരിയായ ഒരു ഭാര്യ. കല്യാണം കഴിച്ചത് പ്രേമ കല്യാണമാണ്. അവർ വഴക്കൂടിയിട്ടാണ് ആദ്യം ലാസ്റ്റ് പ്രേമമാവണതും കല്യാണം കഴിക്കുന്നതും. സീരിയലിൽ രഹനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് വന്നത്. അങ്ങനെയാണ് നവാസായിട്ട് പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും. അബൂബക്കറിൻ്റെ അനുഗ്രഹീത കലാകാരന്മാരാണ് അവർ, ചേട്ടനനിയന്മാർ. അപ്പോൾ ഇങ്ങനെ ഒരു ദുര്യോഗം നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. അതും 51 വയസ്സായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. എത്ര കാലം ഇനി ജീവിച്ചിരിക്കാമായിരുന്നു, എത്ര കാലം നമ്മളൊക്കെ ചിരിപ്പിക്കും. ഗൾഫിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നവാസിന് ഒരുപാട് ആരാധകരാണ്. ഗൾഫിലെ അവിടുത്തെ പ്രവാസികളെ ഒരുപാട് ചിരിപ്പിച്ച അവരെ ആ മരുഭൂമിയിലുള്ള ജീവിതത്തിൽ നിന്നും എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ളൊരു ഷോകൾ വരുമ്പോഴാണ് അവരൊക്കെ ഒന്ന് ആനന്ദിക്കുന്നതും മനസ്സ് തുറന്ന് ചിരിക്കുന്നതും. അതൊക്കെ നവാസിൻ്റെ ഷോ അങ്ങോട്ട് ചെല്ലണം. അത്രയും കഴിവുള്ളൊരു കലാകാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ അച്ഛനും നല്ല കഴിവുള്ളൊരു കലാകാരനായിരുന്നു. അപ്പോൾ ഇത് എന്താ സംഭവിച്ചത്? സൈലൻ്റ് അറ്റാക്ക് ആവാൻ സാധ്യത. കാരണം വെച്ചാൽ വേറെ ദുരൂഹതയൊന്നും ഇതിൽ കാണാനില്ല. അപ്പോൾ ഇത്രയുള്ള മനുഷ്യൻ്റെയൊക്കെ സ്ഥിതി. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. അതാണ് ഇന്നത്തെ കാലാവസ്ഥ. അപ്പോൾ ഒരു ഹെൽത്തി മാനാണെന്ന് പറയണത്. എന്തായാലും നമുക്ക് ആ ലൊക്കേഷനിലെ അവിടുത്തെ ആൾക്കാരൊന്ന് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. 5 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ 5-6 മണി, അത് 9 മണിയൊക്കെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ. അല്ല, ഹോട്ടലല്ല, ഞങ്ങൾ അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേട്ടൻ തുടർച്ചയുടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തൊട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടേ വൈകുന്നേരമായിരുന്നു. അതിപ്പോൾ ഭയങ്കര ദിവസം. അല്ല, ഞങ്ങൾ ലൊക്കേഷനിൽ അറിയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? പിന്നെ ഇനിയിപ്പോൾ അത് കളമശ്ശേരിയിലേക്ക് മൂപ്പര് മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം. അത് കഴിഞ്ഞ് അവർ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അറിയാം. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്ന്. അപ്പോൾ സിനിമക്കാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാരി വലിച്ചൊക്കെ ഭക്ഷണം കഴിക്കുന്നതും, ഇതിപ്പോൾ പ്രൊഡ്യൂസറെ ഇതിപ്പോൾ നവാസ് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടല്ല പറയണത് കേട്ടോ. എന്നുവെച്ചാൽ സിനിമാക്കാരൊക്കെ നമുക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കുക, എപ്പോഴെപ്പോഴും മെഡിക്കൽ ചെക്കപ്പ് നടത്തുക, ഹെൽത്തി ആണെന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യം വരിക, എക്സസൈസ് ചെയ്യുക. ഇത്രയും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് സ്വർഗ്ഗവാതിൽ നവാസിന് വേണ്ടി തുറക്കട്ടെ. ഒരുപാട് ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ച നവാസിന് വേണ്ടി സ്വർഗ്ഗവാതിൽ തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.